ഗർവാപ്പസി നടത്തൂ, കൂടുതൽ അവസരം ലഭിക്കും. റഹ്മാനോട് VHP നേതാവ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതെന്താ നടക്കുന്ന പോലെ പിടുത്തം കിട്ടിയോ? റഹ്മാൻ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഹിന്ദുവാണ്. ഇളയരാജ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എന്താ പറയുക, ഈ ട്രൂപ്പിൽ പിയാനോയും മറ്റൊക്കെ വായിക്കാനുണ്ടാകുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഹിന്ദുവായിരുന്നു. പിന്നീട് ഇദ്ദേഹം കുറച്ച് വളർന്നപ്പോൾ ഇദ്ദേഹം മുസ്ലിം മതത്തെ ഇഷ്ടപ്പെടുകയും അതിലേക്ക് റഹ്മാൻ പോവുകയും, അതായത് ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഹിന്ദു ആണെന്നർത്ഥം. പിന്നീട് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അങ്ങനെ റഹ്മാൻ എന്നുള്ള ആ പേര് സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം BBC-ക്ക് എങ്ങാണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവില് റഹ്മാൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വലിയ അവസരങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഭരണം മാറിയത് കൊണ്ടാണോ, ഇനിയിപ്പോൾ ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ എന്നറിയില്ല, പച്ച മലയാളത്തിൽ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ അത്ര അധികം അവസരങ്ങളൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു വർത്തമാനം ഇദ്ദേഹം BBC ന്യൂസിനോട് പറഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആ രീതിയിൽ കാണുന്നതിനൊക്കെ അപ്പുറം റഹ്മാൻ പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് ഒരു മനുഷ്യൻ കൊടുത്തിരിക്കുന്നത്. അത് VHP, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: റഹ്മാൻ ഒരിക്കൽ ഹിന്ദു ആയിരുന്നു, എന്തിനാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല സുഹൃത്തെ. ഏത് മതം സ്വീകരിക്കണം, ഏത് മതം ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ എഴുതി വെച്ച ചില നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടാണ്, ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരുത്തരും അധികാരമില്ല. അത് ഏത് തലപ്പത്തുള്ളവനായാലും അധികാരമില്ല. പക്ഷെ ഇപ്പോ ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഗർവാപ്പസി നടത്തുക. എന്താണ് ഈ ഗർവാപ്പസി? ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരിക, ഇതാണ് ഈ ഗർവാപ്പസി. തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുക, അതായത് റഹ്മാനുടെ ഹിന്ദു മതം വീണ്ടും സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുള്ളൂ എന്നർത്ഥം. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യണമെങ്കിൽ അവന് ഹിന്ദുവായിരിക്കണമെന്ന്, നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ജോലിയും മറ്റും ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ ഹിന്ദുവായിരിക്കണമെന്ന്. അതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തേക്ക് മാന്യം മര്യാദയ്ക്കുള്ള ജീവിതം കിട്ടില്ല എന്നല്ലേ ഈ VHP നേതാവ് പറയാതെ പറഞ്ഞു വരുന്നത്? കഴിഞ്ഞിട്ടില്ല. കണകണ എന്ന് പറയുന്ന, കങ്കണ എന്ന് പറയുന്ന സംഗണിയുണ്ട്. അവള് പറയുന്നത് ഇങ്ങനെയാണ്: റഹ്മാനെ പോലെ ഇത്രയും വിദ്വേഷം നിറഞ്ഞ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു വർത്തമാനം ആലോചിക്കേ. റഹ്മാനെ പോലെ ഇത്രയും വിദ്വേഷം നിറഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടില്ല. ചിലപ്പോ അങ്ങോട്ട് തള്ളുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു പക്ഷേ ഏറെ ഈ കാലങ്ങളോളം ഈ നമ്മുടെ ഇന്ത്യയിൽ ഈ സംഗീതം, സിനിമാ സംഗീതം ഉള്ളിടത്തോളം കാലം റഹ്മാൻ ഉണ്ടാക്കി വെച്ച പാട്ടുകൾക്കൊന്നും ഒരു മരണം ഉണ്ടാവില്ല. അത്രയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള മ്യൂസിക് നമുക്ക് തന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ ഒരു ചെങ്ങാതിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ചില ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ട് അവസരങ്ങൾ കിട്ടാതെ, അതായത് ഒരുവന്റെ കഴിവ് പ്രകാശിപ്പിക്കാൻ അവൻ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള മതത്തിൽ മാത്രം പെറ്റവനായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് അപകടകരമാണോ അല്ലയോ എന്നാണ് എൻ്റെ പച്ച മലയാളത്തിലെ ചോദ്യം. ഇനിയിപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ, ഹിന്ദു ആയാൽ മാത്രമാണോ സിനിമകളിൽ മറ്റും അവസരം കിട്ടുക? ഹിന്ദുക്കൾക്ക് മാത്രമാണോ സംഗീതം ചെയ്യാനുള്ള അവസരം നൽകുക? അതല്ലാത്ത മറ്റുള്ളവർക്കൊന്നും ഒരു അവസരം കിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഈ മഹാരാജ്യത്ത് ഒരു കോളേജിൽ അപേക്ഷിച്ച 50 പേരിൽ 42 പേരും മുസ്ലിങ്ങളായതിനാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചത് മുസ്ലിങ്ങളായതിനാൽ ആ കോളേജിന്റെ അഫിലിയേഷൻ അടക്കം എടുത്തു കളഞ്ഞു. കോളേജ് പൂട്ടി. ആ പൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത കുറേ ഉത്തരേന്ത്യൻ സംഘികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ബോധമില്ലാത്തവരെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും റഹ്മാന്റെ കൂടി അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ. നല്ല നമസ്കാരം.